നാഗ്പൂരിൽ നിന്നൊരു വാർത്ത വന്നു. വാർത്ത മറ്റൊന്നുമല്ല, രാഷ്ട്രീയത്തിൽ 75 വയസ്സ് കഴിഞ്ഞാൽ തുടരണമോ എന്നുള്ള ഒരു ചർച്ചയാണ് നടന്നത്. വാർത്ത ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ ശിവസേനക്കാരും എന്താണ് ബാൽ താക്കറെ ഗ്രൂപ്പും അവരും ഒക്കെ ബഹളം പറഞ്ഞു, ഇത് മോഡിക്കുള്ള പണി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച. കേട്ട പാതി കേൾക്കാത്ത പാതി വെന്തടം തിന്ന് വേവാത്തടം കളയുന്ന നമ്മുടെ ചാനലുകളുണ്ടല്ലോ, ചാടിപ്പുറപ്പെട്ടു അടുത്ത പ്രധാനമന്ത്രിയാര്. അപ്പം നമ്മളും നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ, നമുക്ക് ഓടാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ ചാനലിൽ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി, ഡൽഹിയിലൊക്കെ പോയി അന്വേഷണം നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ അന്വേഷിച്ചപ്പോഴാണ് വാർത്തകൾ വരുന്നു. നമ്മുടെ ഫട്നായിക് ഉണ്ടല്ലോ, നമ്മുടെ മഹാരാഷ്ട്രയിലെ ഫട്നായിക്ക് അടുത്ത് ഇന്ത്യയിൽ വളർന്നു വരാൻ കഴിയുന്ന പുതിയൊരു നേതാവാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയാൽ പോലും, ഉടനെ ആയില്ലെങ്കിലും ഭാവിയിൽ ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ഈ ഫട്നായിക്ക്. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിന് ഒരു ചെറിയ പ്രശ്നം പറ്റി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അയോധ്യ സീറ്റിൽ ഉൾപ്പെടെ BJPക്ക് തിരിച്ചടി വന്നതുകൊണ്ട് ഒരു ചെറിയ ഇമേജ് കുറഞ്ഞിട്ടുണ്ട് യോഗിക്ക്. അതിനി എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ട് അവിടെ ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. പിന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എപ്പോഴും BJP അത്ഭുതം സൃഷ്ടിക്കുന്നതാണ്. വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ ആക്കുമോ നമുക്കറിയില്ല, അങ്ങനെ സംഭവിക്കാം. നിതിൻ ഗഡ്കരിയുടെ പേര് കിടക്കുന്നു. ഇനി ഇതെല്ലാം മാറ്റിയിട്ട് ഏതെങ്കിലും സംസ്ഥാനത്തിലെ ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ആളുകളോ, ഏതെങ്കിലും സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരെയോ ആരാണ് BJP കൊണ്ടുവരാമെന്ന് പറയാൻ പറ്റില്ല. കാര്യം BJP എന്നും അങ്ങനെയാണ്. LK അദ്വാനി കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്രയൊക്കെ നടത്തി, രഥയാത്ര നടത്തി, രാമയാത്ര നടത്തി, വലിയ രീതിയിൽ ഹൈപ്പിൽ നിന്നപ്പോഴാണ് അത്ര ഹൈപ്പൊന്നും ഇല്ലാതിരുന്ന ഗുജറാത്ത് കലാപത്തിലൊക്കെ പ്രശ്നമായി കിടന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്നിരുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നത്. അത് ശരിയായ തീരുമാനമായിരുന്നു. കാര്യം അദ്ദേഹം 14 രാഷ്ട്രങ്ങളിൽ നിന്നാണ്, ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്നാണ് അവാർഡൊക്കെ വാങ്ങി. അങ്ങനെയൊന്നും ഒരു പ്രധാനമന്ത്രിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെയധികം നല്ല ഹൈപ്പ് ഉണ്ടാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ആയാലും ഒരുപാട് കാര്യങ്ങളിൽ ഹൈടെക്കും അതുപോലെ തന്നെ സാധാരണക്കാരായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൊണ്ടുവന്നു. അതുപോലെ പുതുമുഖങ്ങൾ വരുമോ? ഇപ്പോൾ ഡൽഹി അകത്തളങ്ങളിലും മീഡിയ തലങ്ങളിലുമുള്ള ചർച്ച വളരെ പ്രധാനമായി ആരാണ് മോദിക്ക് ശേഷം? ആരാലും വേണമല്ലോ. അത് മോദി സ്വയം ഒഴിഞ്ഞുകൊണ്ട് 75-ന് ശേഷം സ്വയം ഒഴിഞ്ഞുകൊണ്ട് വരുമോ? അതോ RSS തീരുമാനിക്കുമോ? അതോ RSSും മോഡിയും തമ്മിൽ നടന്നൊരു ചർച്ച ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിരുന്നു. മോഡി ഇവിടെ നാഗ്പൂർ പോയി മോഹൻ ഭഗവത്തുമായി അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഇനി മോഡി തന്നെ പറഞ്ഞിട്ടാണോ ഈ ഒരു സംഭാഷണം പുറത്ത് വിട്ടത് നമ്മുടെ മോഹൻ ഭഗവത് എന്ന് അറിയില്ല. എന്തായാലും ആരായിരിക്കും പ്രധാനമന്ത്രി എന്നുള്ള കൗതുക ചർച്ച ഇപ്പൊ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥിന്റെയും രാജ്നാഥ് സിംഗിന്റെയും ഫട്നായിക്കിന്റെയും നിതിൻ ഗഡ്കരിയുടെയും തുടങ്ങി നിരപ്പിന് ഇനിയിപ്പോൾ നിർമ്മല സീതാരാമനെ പോലുള്ള ആളുകളുണ്ട്. അവരെ ഇവിടെ ആലോചിക്കുന്നുണ്ട്. BJPയുടെ പ്രസിഡന്റായിട്ട് ആലോചിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആലോചിച്ചുകൂടാ? തെക്ക് നിന്നൊരു പ്രധാനമന്ത്രി വന്നുകൂടായില്ല, ഒരു വനിതാ പ്രധാനമന്ത്രി. അങ്ങനെയും വരാം. അമിത്ഷായുണ്ട്, പിന്നെ വളരെ പ്രധാനപ്പെട്ട ആളാണ് അമിത്ഷായുണ്ട്. JP നദ്ദ പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു നിര തന്നെ BJPയിലുണ്ട്. ആരും ആകാം. പിന്നെ വനിതകളെ പുരന്തേശ്വരി, വാനതി ശ്രീനിവാസൻ, അങ്ങനെ ഒരുപാട് പേരെ. കാരണം അത്ഭുതങ്ങൾ ഒരുപാട് സൃഷ്ടിക്കും. വാജ്പേയി ഇരുന്നപ്പോൾ APJ അബ്ദുൽ കലാമിനെ പോലുള്ള ഒരു സയന്റിസ്റ്റിനെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തിക്കൊണ്ട് പോയി അദ്ദേഹത്തെ ഒരു മുസ്ലിം ആയിട്ട് പോലും BJPക്കാർ പ്രസിഡന്റാക്കി. പിന്നെ ഗോവിന്ദനെ പ്രസിഡന്റ് ആക്കിയില്ലേ, ദളിത് സമുദായത്തിൽ നിന്ന്. കുറച്ചുകൂടി ട്രൈബ് സമുദായത്തിൽ നിന്നുള്ള ആദിവാസി കറക്റ്റ് ട്രൈബ് സമുദായത്തിൽ നിന്നുള്ള മുർമുവിനെ പ്രസിഡന്റ് ആക്കിയില്ലേ, വനിതയും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. അപ്പോൾ അതുകൊണ്ട് വനിതയാകാം, പുരുഷനാകാം, ഞാൻ ഈ പറഞ്ഞ പേരുകൾ ആരുമാകാം. BJPയാണ് പാർട്ടി. അവർ എപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന് ചോദിക്കുമ്പോൾ തന്നെ മോഡി സന്യാസത്തിന് പോകുമോ, മറ്റെന്താണ് ജീവിതത്തിൽ നയിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്.